പ്രിയങ്കരനായ അധ്യക്ഷൻ, മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ CS ജഗന്നാഥൻ, ഈ സംഗമത്തിന് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അമൽ കൃഷ്ണ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബിനു എസ് നായർ, മണ്ഡലം പ്രസിഡന്റ് ശ്രീ കരിക്കുഴി നൗഷാദ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിലെ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, 3:30 മണിക്ക് വന്നതാണല്ലേ. കാലാവസ്ഥ പ്രതികൂലമാണ്. 1 മണിക്കൂർ കൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും. 1 മണിക്കൂർ പ്രസംഗിക്കാമോ? ഇല്ല, ഇപ്പോൾ നിങ്ങൾ എന്നെ ജയിപ്പിച്ചതിന് ഞാൻ തിരിച്ച് ചെയ്തു തരേണ്ട എത്രയും വേഗം എൻ്റെ പ്രസംഗം നിർത്തുക എന്നുള്ളതാണല്ലേ. കറക്റ്റാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഏറ്റവും അഭിമാനകരമായ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഇന്നിവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആറ്റുകാൽ മണ്ഡലം പനയമുട്ടം വാർഡിന്റെ നേതൃത്വത്തിൽ, ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അവരെ ആദരിക്കുകയാണ്, അവരെ അംഗീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും മാതൃകാപരമായ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. തീർച്ചയായും എനിക്ക് മുന്നേ സംസാരിച്ചവർ വളരെ കൃത്യമായി തന്നെ സംസാരിച്ചിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 50 വർഷക്കാലത്തിന് ശേഷം കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത വിജയമാണ് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ UDFന് നൽകിയത്. ഈ നിയോജക മണ്ഡലം ഏത് പ്രതിസന്ധി നിറഞ്ഞ, ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷത്തെ കൈവിടാത്ത 100-ലധികം സീറ്റ് നേടി കേരളത്തിൽ UDF അധികാരത്തിൽ വന്നപ്പോഴും LDF 20 സീറ്റായി ചുരുങ്ങിയപ്പോഴും അവരെ കൈവിടാത്ത ഒരു നിയോജക മണ്ഡലത്തിൽ എന്നെപ്പോലെ ഒരാള് UDF സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം, നിങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുവാൻ നിങ്ങൾ നൽകിയ പിന്തുണ, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും നന്ദി വാക്കിൽ ഒതുക്കാതെ ഈ നാടിൻ്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കി ഈ 5 വർഷം നിങ്ങൾ എന്നിൽ അർപ്പിച്ച മാൻഡേറ്റ്, നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ആ ജനവിധിയെ വിനീതനായി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ എന്നിൽ അർപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന് ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്നുള്ള എൻ്റെ ഹൃദയത്തിൽ തട്ടിയ വാക്കും ഉറപ്പും നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ, സഹോദരങ്ങളുടെ പ്രയാസങ്ങളിൽ എന്നും എക്കാലവും ഞാൻ ഉണ്ടാകും എന്നും കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഈ നിയോജക മണ്ഡലം 50 വർഷക്കാലത്തിന് ശേഷം വിജയിക്കുമ്പോൾ വലിയ ഉത്തരവാദിത്തമാണ്. ഈ നാട് കഴിഞ്ഞ 50 വർഷക്കാലം ഒരേ പാർട്ടിയിൽപ്പെട്ട, ഒരേ മുന്നണിയിൽപ്പെട്ടവരെ മാറി മാറി തിരഞ്ഞെടുത്ത് അയച്ച് ഈ നാട്ടിൽ വലിയ വികസനത്തിൻ്റെ പിന്നോക്കം പോകെ ഉണ്ടായ ഒരു അസംബ്ലിയാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനുണ്ട്. അതൊന്നൊന്നായി നമുക്ക് കൂട്ടായ പ്രവർത്തനത്തിലൂടെ എല്ലാവരുടെയും വിശ്വാസം ആർജിച്ച് അത് യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്ന് വിനയത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 50 വർഷക്കാലത്തിന് ശേഷമാണ് ഈ നിയോജക മണ്ഡലം വിജയിച്ചത്. അപ്പോൾ ഇവർക്കില്ല, ഇവര് നെടുമങ്ങാട് അസംബ്ലിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ തീർച്ചയായും ഈ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കണം. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് മുന്നേ എന്താണോ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരു ജനവിരുദ്ധ ഗവൺമെന്റ്, സാധാരണക്കാരെ മറന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും മാത്രം കൈമുതലാക്കിയ ഒരു ജനവിരുദ്ധ ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള വിധിയെഴുത്ത് കേരളത്തിലെ ജനങ്ങൾ, സമാനതകളില്ലാത്തൊരു വിജയം കേരളത്തിലെ UDFന് നിങ്ങൾ നൽകുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നേ എന്താണോ പറഞ്ഞത് ഒന്നൊന്നായി യാഥാർത്ഥ്യമാക്കുന്ന ഒരു ഗവൺമെന്റായി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോവുകയാണ്. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിൽ വിപ്ലവകരമായി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി നമുക്കറിയാം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഈ ഗവൺമെന്റിന്റെ ദുർഭരണം കാരണം, ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് കാരണം
സാമ്പത്തിക പ്രതിസന്ധിയിൽ ആഴ്ന്നുപോയ ഒരു സംസ്ഥാനത്ത് അതിനെ തിരിച്ചു പിടിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നു. അതൊന്നും വകവയ്ക്കാതെ കേരളത്തിലെ സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക് സൗജന്യ ബസ് യാത്ര ഉൾപ്പെടെയുള്ള കേരളത്തിലെ സഹോദരിമാരെ അംഗീകരിക്കുക, അവരെ ആദരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഇന്ദിരാ പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓരോ ദിവസവും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായി ഈ ഗവൺമെന്റിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്ന് വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അതിലേറ്റവും പ്രധാനം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, രാഷ്ട്രീയത്തെക്കാൾ ഉപരി നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് ലഹരി എന്ന് പറയുന്ന ഒരു മഹാവിപത്ത്. ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ, കേരളത്തിലെ യുവാക്കളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ ജീവിതത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്തായി ഈ സംസ്ഥാനത്തെ ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുമ്പോൾ ഈ സംസ്ഥാനത്തു നിന്നും ഈ നെക്സസിനെ, ഈ ലഹരി മാഫിയ സംഘങ്ങളെ ഈ സംസ്ഥാനത്തു നിന്നും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ഒരു ഇനിഷ്യേറ്റീവാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി. തൂഫാൻ എന്നാൽ ആ വാക്കിന്റെ അർത്ഥം കൊടുങ്കാറ്റ് എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ ഈ സംസ്ഥാനത്തെ ലഹരി മാഫിയ സംഘങ്ങളുടെ അടിവേറിറക്കുന്ന കൊടുങ്കാറ്റായി ഈ ഓപ്പറേഷൻ തൂഫാനെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഈ സംസ്ഥാനത്ത് നിന്ന് ലഹരി മാഫിയ സംഘങ്ങളെ പിടിച്ചു കെട്ടുക എന്നുള്ളത് കേവലമായ ഒരു ഗവൺമെന്റിന്റെയോ പോലീസിന്റെയോ എക്സൈസിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല. ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ, യുവാക്കളെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ് ഈ ലഹരി മാഫിയ സംഘങ്ങളെ ഈ സംസ്ഥാനത്ത് നിന്നും തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യം നമുക്കുണ്ടാകണം എന്ന് വിനയത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഗവൺമെന്റിന്റെ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഗവൺമെന്റ് നടത്തുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും, ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ, സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന പ്രവർത്തനങ്ങളുമായി കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു MLA എന്ന നിലയിൽ നിങ്ങൾ ഇതുവരെ നൽകിയ പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്ന് വിനയത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന, അനുമോദനം ഏറ്റുവാങ്ങുന്ന, ഈ നാടിന്റെ അഭിമാനമായി, നാടിന്റെ പ്രതീക്ഷകളായി ഉയരുവാൻ പോകുന്ന പ്രിയപ്പെട്ട മക്കളെ, അവരുടെ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ, പ്രിയപ്പെട്ട അമ്മമാരുടെ, അച്ഛന്മാരുടെ, സഹോദരങ്ങളുടെ സാന്നിധ്യത്തിൽ ഇന്നിവിടെ ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച, മോനെ നീ മാത്രം കൈയടിച്ചല്ലേ, ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയാണ്. തീർച്ചയായും അത് ഏറ്റവും അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ്. അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന ഓരോ പ്രിയപ്പെട്ട അനുജന്മാരെയും അനുജത്തിമാരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് വിനീതനായി ഈ സംഗമത്തിൽ എന്നെ കൂടി ക്ഷണിച്ചതിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിങ്ങളെ കണ്ടതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ശ്രദ്ധയിൽ ഒരു പെട്ടെന്ന് എണ്ണുന്ന കാര്യം